മലയാളികളുടെ ഒരു സംസാര രീതിയുണ്ട്. ഓ, അത് നടക്കുമോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അത് നടക്കും എന്ന് കാണിച്ചു തരുന്ന ആളുകളാണ് അന്യ സംസ്ഥാനങ്ങളിലുള്ളത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഇത്രയും സംസ്ഥാനങ്ങൾ, പിന്നെ ദമൻ ആൻഡ് ദിയു, പോണ്ടിച്ചേരി, ഇവിടെയൊക്കെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ രാജസ്ഥാനിലെത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമായ മൗണ്ട് ആബുവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പുറകിലേക്ക് ഒന്ന് നോക്കി, ഇത് കണ്ടോ? ഒരു മലനിരയുടെ മുകളിലാണ് ഈ ഗോതമ്പ് പാടം. മനോഹരമായ ഒരു ഗോതമ്പ് പാടം. നമുക്ക് നമ്മുടെ മലയുടെയൊക്കെ മുകളിൽ ഇതുപോലെ ഗോതമ്പ് കൃഷി ചെയ്യാൻ പറ്റും. ഗോതമ്പോ നെല്ലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ അത് നടക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യവും ആ സംശയവും ഉണ്ടല്ലോ, അതാണ് മലയാളിയെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ നമുക്ക് സാഹചര്യങ്ങൾ ചെയ്തു തരാത്തതും. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഗോതമ്പ് കൃഷി ചെയ്യാമെങ്കിൽ നമുക്കും നമ്മുടെ മൂന്നാറിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാത്തരം വിളകളും വിളയിപ്പിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ഒരു മനോഭാവമുണ്ടല്ലോ, അതായത് ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു തോന്നൽ, ഒരു പിന്തിരിപ്പൻ മനോഭാവം, അതാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ 100 പേരുടെ അഭിപ്രായം ചോദിക്കും. ഇത് നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 10 പേര് നെഗറ്റീവ് പറയും, ഒരാൾ പോസിറ്റീവ് പറയും. എന്നാൽ ആ 10 പേരുടെ നെഗറ്റീവ് മാറ്റി വെച്ചിട്ട് ഒരാളുടെ പോസിറ്റീവിലേക്ക് പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നാണ് ഇവരുടെ ഈ കാഴ്ചകൾ നമ്മളെ തെളിയിക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പാടത്തു നിന്നും മൗണ്ട് ആബുവിൻ്റെ എൻട്രി പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതരം പശുവാണ് ഇത്. നീണ്ട കൊമ്പും ചെറിയ ശരീരവുമായിട്ടുള്ള പശു. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ ഗീർ പശുക്കളിൽ നിന്നും മാറ്റം വന്നുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയ പശുക്കളെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തിങ്ങ് പോകുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇനി 3 കിലോമീറ്ററാണ് ആ ഒരു ഏരിയയിലേക്ക് ഉള്ളത്. അപ്പോൾ കയറി വരുമ്പോഴേ നമുക്കൊരു നല്ല ഫൗണ്ടറൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് പകൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, രാത്രിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ച് നമ്മൾ ജെയിൻ ധർമ്മശാലയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് റൂം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ശരി, ഇവിടെ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. പോലീസുകാരെല്ലാം നമ്മൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരെല്ലാം നമ്മളോട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പതിയെ ഉള്ളിലേക്ക് പോവുകയാണ്. ഓക്കെ കുഞ്ഞി, പോകാവേ. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.